47ാമത് ആസിയാൻ ഉച്ചകോടി ഒക്ടോബർ 26 ഞായറാഴ്ച ക്വാലാലംപൂരിൽ ആരംഭിക്കുന്നു. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും എന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഈ ആസിയാൻ ഉച്ചകോടി മോദി ക്വാലാലംപൂരിൽ എത്തുകയില്ല എന്നും വെർച്വൽ ആയിട്ടാണ് ഈ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുക എന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഉച്ചകോടി തന്നെയായിരുന്നു ഇത്. കാരണം ഈ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ താരിഫ് കുറയ്ക്കുമെന്ന ഒരു വാഗ്ദാനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ താരിഫിനെ കുറിച്ചുള്ള ഒരു സംഭാഷണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ആസിയാനിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച്, അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ ഇന്ത്യ വെട്ടിക്കുറയ്ക്കുന്നതിനെ പറ്റിയും ഇന്ത്യൻ കയറ്റുമതിയിൽ അമേരിക്കയുടെ തീരുവ കുറയ്ക്കുന്നതിനെ പറ്റിയുമുള്ള ചർച്ചകൾ നടക്കും എന്നായിരുന്നു ട്രംപിന്റെ വാദം. അതേപോലെ തന്നെ വൈറ്റ് ഹൌസിൽ നടന്ന ദീപാവലി പരിപാടിയിൽ ഓവൽ ഓഫീസിൽ ദീപം കൊളുത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞതും ഇന്ത്യ റഷ്യയിൽ നിന്ന് അധിക എണ്ണ വാങ്ങില്ല എന്നും ഇടപാടുകൾ പൂർണ്ണമായും നിർത്താതെ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങൽ കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് ഉറപ്പ് നൽകിയിരിക്കുന്നതായിട്ടുമാണ് ഇദ്ദേഹം പറഞ്ഞത്. മോദിയുമായി ട്രംപ് സംഭാഷണം നടത്തിയിരുന്നു എന്നും റഷ്യയിൽ നിന്ന് അധിക എണ്ണ വാങ്ങാൻ ഇന്ത്യ പോകുന്നില്ല, ട്രംപ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ മോദിയും യുദ്ധം അവസാനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നും അധികം എണ്ണ വാങ്ങാൻ പോകുന്നില്ല എന്നുമാണ് വൈറ്റ് ഹൌസിൽ നടന്ന ദീപാവലി പരിപാടിയിൽ ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ ഈ ദീപാവലി ആശംസകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപിന്റെ ആഹ്വാനം പ്രധാനമന്ത്രി മോദി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് പരിധി നിശ്ചയിക്കുന്ന വിഷയത്തെ പറ്റി അദ്ദേഹം യാതൊരു രീതിയിലുള്ള അഭിസംബോധനയും ചെയ്തിട്ടില്ല. ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വാദങ്ങളെ പറ്റി ഇന്ത്യ ഈ വാദങ്ങളോടെ ഒരു രീതിയിലും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവനയോടെ ഇന്ത്യ ഇതുവരെ അനുകൂലമായ രീതിയിൽ ഒരു മറുപടിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ വാദം എത്രമാത്രം സത്യമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ലോകത്തെ വഞ്ചിക്കുന്നതിനും അതേപോലെ തന്നെ പ്രതിരോധത്തിലാക്കാനും മറ്റെന്തെങ്കിലും ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വാദിക്കാനുമുള്ള ട്രംപിന്റെ വ്യാപാര മുദ്രയാണ് ഈ നയതന്ത്ര രീതി എന്ന് പറയുന്നത്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് വീണ്ടും വീണ്ടും വാദിക്കുന്നത്. മോദി ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ട്രംപിന്റെ ഈ ശ്രമത്തിന്, ഈ വാദത്തിന് വിജയിക്കാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്. കാരണം ട്രംപും മോദിയും തമ്മിൽ സംഭാഷണം നടത്തുകയും അതേപോലെ തന്നെ ഊഷ്മളമായ സൗഹൃദത്തെ കുറിച്ച് പരാമർശിക്കുകയും അതേപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിച്ചതായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുമ്പോൾ ലോകത്തിലുള്ള ഒരു നേതാവിനും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അപകടം തന്നെയാണ് ഇത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പ്രതിരോധത്തിലാക്കാനും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വാദിക്കാനുമുള്ള ട്രംപിന്റെ വ്യാപാര മുദ്രയായ ഒരു നയതന്ത്ര രീതിയാണ് ഇത്. അതായത് ട്രംപുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് സംയുക്ത പത്രസമ്മേളനത്തിന് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനി ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മോദിയും അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളും ഉറപ്പാക്കണം എന്നാണ് ഉന്നത വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ട്രംപിന്റെ നയതന്ത്രപരമായ നേട്ടങ്ങൾ കെട്ടുകഥകളും വെറും കണ്ടുപിടുത്തങ്ങളും ആയതിനാൽ തന്നെ ഏത് കാരണവശാലും ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതിനെതിരെ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സെപ്റ്റംബർ 16 ട്രംപ് മോദിയുടെ ജന്മദിനാശംസകൾ അറിയിക്കാൻ വിളിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒക്ടോബർ 22 ദീപാവലി ആശംസകൾ അറിയിക്കാനും ട്രംപ് മോദിയെ വിളിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം മോദിയും ട്രംപും തമ്മിലുള്ള ഒരു ബന്ധം തകർന്നതുപോലെ മറ്റൊരു പരസ്യ വ്യക്തിബന്ധവും തകർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ട്രംപ് അപമാനിക്കുകയും അതേപോലെ തന്നെ ഇന്ത്യക്കെതിരെ പൂർണ്ണ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു പതിവാക്കി മാറ്റിയിരുന്നു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ മുരുദ്കയിലെയും ബഹാവൽപൂരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ തൊടുത്തതിന് ശേഷം പഹൽഗാം കൂട്ടക്കൊലയ്ക്കുള്ള പരിമിതമായ പ്രതികാരമായി മാത്രമാണ് ഇന്ത്യൻ ആക്രമണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിക്കാൻ വൈറ്റ് ഹൌസിലേക്ക് മോദി വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിളിക്ക് വേണ്ടി മോദി നിർബന്ധിതനായത് എന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികമായി പുരോഗമിച്ചതും ശക്തവുമായ രഹസ്യാന്വേഷണ ഏജൻസിയായ അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ മിസൈൽ വിക്ഷേപണങ്ങൾ പിടിച്ചെടുക്കുകയും ആലീസ് സ്പ്രിംഗ്സ് പുറത്തുള്ള പൈൻ ഗ്യാപ്പിലെ ഓസ്ട്രേലിയ റിലേ സ്റ്റേഷൻ വഴി വാഷിംഗ്ടൺ DC പുറത്തുള്ള NSA പ്രോസസിംഗ് സെന്ററിലേക്ക് തൽക്ഷണം അത് കൈമാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ഏതാനും മിനിറ്റുകളുടെ കാലതാമസത്തോടെ ട്രംപിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ വിളിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ പറ്റി പറയാൻ വേണ്ടി മോദി നിർബന്ധിതനായത്. ഓപ്പറേഷൻ സിന്ദൂരിൽ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ അവസാനിപ്പിച്ചത് എന്ന ട്രംപിന്റെ വാദത്തെ ഇന്ത്യ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനുശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനോടും അതേപോലെ തന്നെ റഷ്യയുടെ
ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയർ, അതായത് ഈ S-400 അതേപോലെ തന്നെ Su-57 മൾട്ടി റോൾ കോമ്പാക്ട് വാഹനങ്ങളും വാങ്ങുന്നതിൽ നിന്നെല്ലാം ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ഒരുപാട് ശ്രമിച്ചിരുന്നു. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾ പോലും ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക നീട്ടി. എന്നാൽ ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അതേപോലെ തന്നെ റഷ്യയുടെ ഫൈറ്റർ ജെറ്റിലും ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ട്രംപിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ ട്രംപുമായി സംഭാഷണം നടത്തുകയും അത് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതേസമയം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന ദീപാവലി ആഘോഷങ്ങൾ കാരണമാണ് പ്രധാനമന്ത്രി മോദിക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ്. വ്യാഴാഴ്ച നടത്തിയ ഫോൺ കോളിലാണ് പ്രധാനമന്ത്രി മോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ തന്റെ തീരുമാനം അറിയിച്ചത്. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റും ഇട്ടിരുന്നു. എന്റെ പ്രിയ സുഹൃത്ത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഊഷ്മളമായ ഒരു സംഭാഷണം നടത്തി എന്നും മലേഷ്യയുടെ ആസിയാൻ ചെയർമാൻ സ്ഥാനത്തിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും വരാനിരിക്കുന്ന ഉച്ചകോടിയുടെ വിജയത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പുതിയ പുതിയ പ്ലാനുകളുമായി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ട്രംപിന്റെ പദ്ധതികളെല്ലാം ഒരു ഫലവും കാണാതെ പോവുകയും ചെയ്യും. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.